ആയിഷ ബീവിയെ മുഖത്തു നിന്ന് മുണ്ടിങ്ങനെ നീക്കിയപ്പോൾ ആയിഷ ബീവിയെ കണ്ടിട്ട് ഞാൻ അറിയാൻ കാരണം കേട്ടോളൂ. സഫ്വാൻ പറയാണ്, ആയിഷ ബീവി ആണ് അത് എന്ന് എനിക്ക് അറിഞ്ഞത് ഹിജാബിന്റെ ആയത്ത്, പൂർണ്ണമായ ഹിജാബ് ധരിക്കണം എന്ന ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ്, പെണ്ണ് പൂർണ്ണമായ മറ ധരിക്കണം എന്ന ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ ആയിഷ ബീവിയെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് ആയിഷ ബീവിയാണ് എന്ന് തിരിഞ്ഞത്. ഒരുപാട് പാഠമുണ്ട് ഉമ്മമാരെ, നിങ്ങൾ കൂട്ടത്തിൽ വായിച്ചു പോകുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഈ വിഷയം പറഞ്ഞു തീർക്കാം. എന്തേ ഇവിടെ കുടുങ്ങിപ്പോയത്? ആയിഷ ബീവി ഉടനെ തന്നെ മുഖത്തേക്ക് മുണ്ടിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ വന്നപ്പോഴേക്ക് മുത്തുനബിയും കൂട്ടരും പോയതാ. ഞാൻ വണ്ടിയിൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ടുണ്ടാകും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ ഒന്ന് വാഹനം നിർത്തി തന്ന് വിശ്രമിക്കേണ്ടവർക്കൊക്കെ വിശ്രമിക്കുക, പുറത്തു പോകേണ്ടവർക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഒന്നാണ്ട് ഇറങ്ങിപ്പോയതാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, പടച്ചോനെ, എന്റെ നേതാവിന്റെ ഭാര്യ ഇവരെ പെരുവഴിയിൽ ഇവരെ ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ ഇത് വലിയ നാണക്കേടാണ്. കാരണം ഇപ്പോൾ ഞാനാകേണ്ടത് ഇനി ഏതോ ഒരു ദുഷ്ടം കണ്ടാൽ വിഷയല്ലേ. നല്ല ഭംഗിയുള്ള പെണ്ണാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ചെറുപ്പക്കാരിയാണ്. എന്തായാലും ഇവിടെ ഇട്ടേച്ചു പോകാൻ കഴിയില്ല. ആയിഷ ബീവിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ വരുമ്പോഴേക്ക് നിങ്ങൾ ഇവിടെ ഒറ്റക്കാവാൻ പാടില്ല, നിങ്ങൾ എന്റെ വാഹനപ്പുറത്ത് കയറണം. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ അവരുടെ വാഹനപ്പുറത്തേക്ക് കയറുന്നു. അദ്ദേഹം എന്റെ തൊട്ടടുത്ത സീറ്റിലായിരിക്കേണ്ടത് വാഹനപ്പുറത്ത്, പക്ഷേ ഇരുന്നില്ല. എന്നോട് പറഞ്ഞു, നിങ്ങൾ വാഹനപ്പുറത്ത് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വാഹനപ്പുറത്ത് ഇരിക്കുന്നില്ല, ഞാൻ വാഹനത്തിന്റെ മൂക്കയറ് പിടിച്ച് നടക്കാം. ഇങ്ങനെ നേതാവിന്റെ ഭാര്യയെ വളരെ വിശ്വസ്തയോടെ ഒരനാവശ്യവും പറയാതെ ഒരനാവശ്യവും ചെയ്യാതെ എത്ര ഒപ്പം ഇരിക്കുക പോലും ചെയ്യാതെ ആ വാഹനപ്പുറത്തിരിക്കാതെ വാഹനത്തിന്റെ മൂക്കയറ് പിടിച്ച് നടന്ന് നേതാവിന്റെ ഭാര്യയെ നേതാവിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ച പ്രിയപ്പെട്ട പ്രവർത്തകൻ, അനുസരണയുള്ള പ്രവർത്തകൻ, അതബുള്ള പ്രവർത്തകൻ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അനുയായിയെ പോലത്തെ ഒരാളുണ്ടോ? എന്നിട്ടാണ് ബഹുമാനപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹു വണ്ടിയുടെ മൂക്കയറും പിടിച്ച് വണ്ടിയുടെ മുകളിൽ ആയിഷയുണ്ടെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്ക് മുനാഫിഖീങ്ങൾ ഒരു പ്രചരണം അങ്ങ് നടത്തി. ആ പ്രചരണം ആദ്യം അഴിച്ചുവിട്ടത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ് ലഅനത്തുല്ലാഹി അലൈഹി, പാഹയൻ, മുനാഫിഖീങ്ങളുടെ നേതാവ്. അവൻ പറഞ്ഞു, സംഗതി അപകടമാണ്. ആയിഷ സഫ്വാന്റെ കൂടെ ഒളിച്ചോടിയും. അങ്ങനെയുണ്ട്. ആയിഷ സഫ്വാന്റെ കൂടെ ഒളിച്ചോടി. ആയിഷയും സഫ്വാനും എല്ലാ വേണ്ടാത്തരവും കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത് എന്നാ മുത്തുനബിയുടെ ഭാര്യയെപ്പറ്റി പരാതി. എത്ര കണ്ട് വേദനിക്കും. അള്ളാഹുവിന്റെ റസൂലിനെതിരെ തീരുമാനം പറയാൻ പറ്റുമോ? പെട്ടെന്ന് അള്ളാഹു തീരുമാനം തരണം, എന്നിട്ടേ ഞാൻ പ്രതികരിക്കൂ എന്ന് റസൂലുള്ള തീരുമാനിച്ചു. കാരണം അള്ളാഹു തീരുമാനം തരാതെ പറഞ്ഞാൽ സംഗതി വിഷമാണ്. റസൂലുള്ളാന്റെ ഭാര്യയായപ്പോ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു എന്നല്ലേ സ്വാഭാവികമായിട്ട് പറയാ. തങ്ങളുടേതായപ്പോ മൂല്യാരായപ്പോ ഇതിനൊക്കെ വകുപ്പുണ്ട് എന്നല്ലേ പറയാ. അപ്പൊ അത് വേണ്ട, അള്ളാഹു തീരുമാനം തരട്ടെ. ഉടനെ ആയിഷയോട് പറഞ്ഞു, എണീച്ചു. ആയിഷ ബീവിയെ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ബീവി ആയിഷ എന്ന് പറഞ്ഞാൽ പുരയെ കൊണ്ടേയാക്കി. ആയിഷ ബീവി പറയാണ്, 1.5 മാസക്കാലം 45 ദിവസത്തോളം നിസ്കാര കുപ്പായത്തിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. എനിക്കൊരാവശ്യവുമില്ല. എന്റെ ഉമ്മണ്ട്, ഉമ്മുറൂമാൻ, എന്റെ വാപ്പണ്ട്, അബൂബക്കറിനെ സിദ്ദീഖ്, ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആയിഷ നീ സഫ്വാന്റെ കൂടെ വന്നത്? എനിക്കതേ മാർഗമുള്ളായിരുന്നു. ആ പെരുവഴിയിൽ കിടക്കുന്നതിനേക്കാൾ സേഫ്റ്റി ഇദ്ദേഹത്തിന്റെ കൂടെ വരലാണ്, ഈ സ്വാലിഹായ മനുഷ്യന്റെ കൂടെ വരലാണ്. പക്ഷേ ഇതൊന്നും ഞാൻ അവരെ ഒന്നും പറഞ്ഞു ബോധ്യപ്പെടുത്തിയില്ല. ഞാനെല്ലാം എന്റെ റബ്ബിലേക്ക് വെച്ചു. വാപ്പയും ഉമ്മയും അവർക്കറിയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാലും നാട്ടുകാര് പറയുമ്പോ സ്വാഭാവികമാണല്ലോ,
ഈ ഒരു ആരോപണത്തിന് വഴിവെച്ചു കൊടുക്കേണ്ടിയില്ലായിരുന്നല്ലോ എന്ന് ഉപ്പയുമ്മയും ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നു. സുബ്ഹാനമൻ ജല്ല ജലാലു, എനിക്കതിലൊന്നും പരാതിയില്ല. നാട്ടുകാർ മുഴുവൻ പറഞ്ഞോട്ടെ, ഉമ്മയും ബാപ്പയും എന്നെ വെറുത്താലും എനിക്കൊരൊറ്റ കാര്യത്തിലേ വിഷമമുള്ളൂ. എന്റെ മുത്തുനബി എന്നോടൊന്ന് മിണ്ടണം, എന്നോടൊന്ന് ചിരിക്കണം, എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ മറക്കും. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ 1.5 മാസക്കാലം നിസ്കാരക്കുപ്പായത്തിലിരുന്ന് കരഞ്ഞു അല്ലാഹുവിനോട്. അല്ലാഹ് തീരുമാനം കൊടുത്തു. അല്ലാഹ് തീരുമാനം കൊടുത്തു. എത്ര നല്ല തീരുമാനം! ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും. നബിയേ, തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലരാണ് ഈ ആരോപണം എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, ഈ പച്ചക്കള്ളം ആരോപിച്ചത്, ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, എഴുന്നള്ളിച്ചിരിക്കുന്നത് ഉസ്ബത്തും മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സംഘമാണ് തങ്ങളെ, പുറത്ത് നിന്നുള്ള ശത്രുക്കളെല്ലാം. അല്ലെ, ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾ കുറ്റപ്പെടുത്തുമ്പോൾ വിഷമല്ല. ഇസ്ലാമിന്റെ അകത്ത് നിന്ന് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവർ നമ്മളെപ്പറ്റി പറയുമ്പോഴാണല്ലോ വിഷമം ഉണ്ടാകുക. അങ്ങനെയാണ്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കമ്പനിയാണ് നിങ്ങളെ കുറ്റം പറയുന്നത്, മുനാഫിക്കീങ്ങൾ എന്ന് പറയുന്നവര്. അവിടെയാണ് നമുക്കും വിഷമം. മുത്തുനബിയെ പറ്റി തോന്നിയാസം പറയാറുള്ളത് മാപ്പിളമാർ എന്ന് പറയുന്നവരാണ്. നബി തങ്ങൾ പാപം ചെയ്യുന്നു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ വിശുദ്ധിയെ ചോദ്യം ചെയ്യല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ സുരക്ഷിതനാണ് എന്ന ആശയത്തെ എതിർക്കല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിനെ നിഷേധിക്കല്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന് കളങ്കമേൽപ്പിക്കുന്ന സംഗതികളൊക്കെ പറയാറുള്ളത് ബിദ്അത്തുകാരാ. അല്ലെ, ഈ ഉമ്മത്തിനകത്ത് എന്ന് പറയുന്നവര് ഇത് വിഷമമുള്ള കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടോല് തന്നെയാണ്, പുറമെങ്ങനെ മുസ്ലിമായി നടക്കും, ഉള്ളിന്റെ ഉള്ളിൽ ബിദ്അത്താണ്, നിഫാഖാണ്. ഈ നിഫാഖിന്റെ ടീമാണ് ഇത് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ് ആദ്യ അഭിപ്രായം പറഞ്ഞത്. പിന്നെ മുനാഫിക്കീങ്ങളെ ഏറ്റങ്ങ് പിടിച്ചു. ഇതാ സംഭവിച്ചത്. അല്ലാഹ്, നാട് മുഴുവൻ ഈ ചർച്ചയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, നബിയേ, അതുകൊണ്ട് ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും. ഒരു കഥയുമില്ലാതെ ഒരാളങ്ങ് ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് ഈ പ്രസ്ഥാനം ഒലിച്ചു പോകുന്ന നബിയെ തങ്ങൾ കരുതണ്ട. നമുക്ക് നിങ്ങൾ അല്ലാഹ് പറയുന്നത്, ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ആരോപണം നിങ്ങൾക്ക് ദോഷാണെന്ന് തങ്ങൾ കരുതരുത് ട്ടോ, ബൽ ഹുവ ഖൈറുൽ ലക്കും, അതൊക്കെ ഗുണകരാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എന്ന ആരോപണം വന്നിട്ടുണ്ടോ, ആരോപണം കഴിയുമ്പോൾ ഉസ്താദ് ഒന്നും കൂടെ അങ്ങോട്ട് ഉയരും. അതങ്ങനെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും തട്ടൂല. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും. അതല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ആയിഷ ബീവിയുടെ പവിത്രത എത്രയാണ്! ആ ഉമ്മയുടെ പേര് കേൾക്കുമ്പോൾ ഒക്ക തെർളിയത്ത് ചെല്ലണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, 1.5 മാസക്കാലം ഞാൻ കരഞ്ഞു. എന്നിട്ടാ പടച്ചോൻ തീരുമാനം തന്നത്. പക്ഷെ തീരുമാനം തന്നപ്പോ പിന്നെ എനിക്കൊരു സങ്കടമില്ല. കാരണം എന്താ? ഞാൻ വഫാത്തായാലും, ആയിഷ ബീവി വഫാത്തായിട്ടും ഇപ്പോഴും ഈ സംഗതി പറയാണല്ലോ. എന്താ പറയണത്? വയന്ന് പറയുന്നവരൊക്കെ പറയും, ഖുർആൻ ഓതുന്നവരൊക്കെ ഓതും. മഹദി പറഞ്ഞതാണ്, ഞാൻ വഫാത്തായാലും കാലാകാലം മോമിനീങ്ങൾ എന്റെ നിരപരാധിത്വം, എന്റെ പരിശുദ്ധി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വഴന്നു പറയും, ഖുർആൻ ഓതും. എനിക്കത് പോരേ, മുതലായില്ലേ? 1.5 മാസക്കാലം കരഞ്ഞാലും എന്താ? ഖിയാമത്ത് നാൾ വരെ ഞാൻ പെൺകുട്ടിയാന്ന്, ഞാൻ എല്ലാം തികഞ്ഞ ശുദ്ധയായ പെൺകുട്ടിയാണ് ലോകം സമ്മതിക്കും, പരിശുദ്ധയായ ഉമ്മയാണ് എന്ന് ലോകം സമ്മതിക്കും. എനിക്ക് മതിയല്ലോ. അതാണ് ഇപ്പോഴും ഈ നടക്കുന്നത്. നമ്മളെ ഈ വയലും അത് തന്നെയാണ് അല്ലേ? ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള ഈ ആരോപണം എഴുന്നള്ളിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. നിങ്ങളത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് കരുതരുത്. ബൽ ഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. അതുകൊണ്ടൊക്കെ ഉഷാറാവുള്ളൂ. ലിക്കുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ, ഈ ആരോപണം ഉന്നയിച്ചവരിൽ ഓരോ മെമ്പർമാർക്കും ഉണ്ടാകും. ലിക്കുല്ലി ഇംറിഇൻ മിൻഹും, ഈ ആരോപകരിൽ ഓരോരുത്തർക്കും ഉണ്ടാകും മക്തസബ മിനൽ ഇസ്മ, അവനവൻ ചെയ്ത കുറ്റം അവൻ പേറേണ്ടി വരും. ലിക്കുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ.
പറഞ്ഞ എന്താ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഒരാരോപണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ചെയിനുകൾക്കും അവരവർ ചെയ്തതിൻ്റെത് കിട്ടുന്നു. ആദ്യമായിട്ടത് പ്രചരിപ്പിച്ചത് ആരാണ്? ഇങ്ങനെ ഒരു അഭിപ്രായം എഴുന്നള്ളിച്ചത് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. അവനെയാണ് പിന്നെ പറയുന്നത് വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും. ആ കൂട്ടത്തിൽ അഹങ്കാരം എഴുന്നള്ളിച്ച് ഈ ആരോപണത്തിന് തുടക്കം കുറിച്ച പഹയനില്ലേ, ലഹു അദാബുൻ അദീം, അവന് കടുത്ത ശിക്ഷയുണ്ട്. അത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. മറ്റുള്ളവരെ പറ്റി പറഞ്ഞു ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ. അവരൊക്കെ അവരുടെ പങ്കാളിത്തം എത്ര ഉണ്ട് ആ വിഷയത്തിൽ അതിനുള്ളത് കിട്ടുമെന്ന്. അതാ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഒരു ആരോപണം വരുമ്പോൾ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന കുറെ കണ്ണികൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഒരാരോപണം എഴുന്നള്ളിച്ചു, അതാദ്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരാളുണ്ട്. ഇങ്ങനെ ഒന്നങ്ങോട്ട് പാസ്സാക്കിയാലോ, ഏതോ ഒരുത്തന്റെ തലേന്നായിരിക്കും അത് ഇറങ്ങുക. അങ്ങനെ അവന് നല്ല ശിക്ഷ കൊടുത്തു. പിന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ. ഇതൊക്കെ ഖുർആനാണ്. സൂറത്തുൻ നൂർ എടുത്ത് മറിച്ചു നോക്ക്. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ. അപ്പൊ എന്ത് ചെയ്യും? DTP ചെയ്തവന് അതിനുള്ളത് കിട്ടും. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചോലുണ്ടാവും DTP ചെയ്തവൻ. എന്നിട്ട് ഇത് ഓരോ യൂണിറ്റിലേക്കും ഇതിന്റെ സർക്കുലർ എത്തിച്ചു കൊടുത്തോലുണ്ടാവും. ഓൽക്കുള്ളത് ഓൽക്കും കിട്ടും. ഇത് ഒട്ടിക്കാൻ അർദ്ധരാത്രിയിൽ ഇറങ്ങിയോലുണ്ടാവും. മൈദ കലക്കി കൊടുത്തോലുണ്ടാവും. ടോർച്ച് അടിച്ചു കൊടുത്തോലുണ്ടാവും. അല്ലേ? ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പിറ്റേന്ന് നാട്ടുകാർ വരുമ്പോ ഈ കള്ള വാർത്ത ഇങ്ങനെ എല്ലായിടത്തും തന്തയില്ലാത്ത പോസ്റ്ററുകൾ. ഈ തന്തയില്ലാത്ത പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ കിട്ടും. ഓരോരുത്തരും ചെയ്തതിനുള്ള ഊഴം ഓരോരുത്തർക്ക് അല്ലാഹു കൊടുക്കും. അത് എത്രയെന്ന് പഠിച്ചവനറിയാം. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. അതുകൊണ്ട് നബിയെ തങ്ങള് ഒരു പേടിയും പേടിക്കണ്ടട്ടോ. ഇത് തങ്ങൾക്കൊരു ഹൈ ജമ്പിങ് നടത്താനുള്ള ഒരു അവസരം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതോടുകൂടെ തങ്ങളെ ഭീതി ഒന്നും കൂടെ അങ്ങോട്ട് ഉയരും. തങ്ങളൊന്നും കൂടെ അങ്ങോട്ട് ഉയരും. മൂമിനിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ വല്ല വിഷമം ഉണ്ടായോ? ഇല്ല. മൂമിനിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അതല്ലേ ഈ പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴല്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളുടെ അടുത്ത് വന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു കിതാബുൽ ഇശാറാത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നു. നബി തങ്ങൾ അന്ന് നാട്ടിൽ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു വാർത്തയാണല്ലോ കേൾക്കുന്നത്. നബി തങ്ങൾക്ക് വിഷമം ഉണ്ടാവൂലേ? സ്വന്തം കുടുംബത്തെ ചൊല്ലി വ്യഭിചാരാരോപണം നടക്കുമ്പോ, ഒരു നേതാവിന് തന്റെ കുടുംബത്തെ ചൊല്ലി അത് നടക്കുമ്പോ എത്രമാത്രം വേദന ഉണ്ടാവും. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാ മദീന പള്ളിയിൽ നിന്ന് വേഗം വീട്ടിക്ക് അങ്ങോട്ട് വലിയും. അതായിരുന്നു റസൂലുള്ളാഹി അന്ന് ചെയ്തിരുന്നത്. ഇമാം റാസി എഴുതുന്നു, കാന യുലാസിമുൽ മൻസില ഫീ തിൽക്കൽ അയ്യാം. ആ ദിവസങ്ങളിൽ റസൂലുള്ളാഹി വീട്ടിൽ തന്നെ ഇരിക്കലായിരുന്നു. നിസ്കാരം കഴിഞ്ഞാൽ വേഗം വീട്ടിക്കാണ് വലിയും. ആളുകളുടെ ഇടയിൽ ഇരിക്കാൻ ക്ഷീണമായിട്ട്. അങ്ങനെ നബിനെ സമാധാനിപ്പിക്കാൻ ചെന്നതാണ് സയ്യിദുനാ ഉമർ, സയ്യിദുനാ ഉസ്മാൻ, സയ്യിദുനാ അലി. ഇവരൊക്കെ നബി തങ്ങളോട് പ്രതികരിക്കുന്നു. ഞാൻ അതിൽ ഒന്ന് മോഡലിന് പറയാം. ഒന്ന് എല്ലാം ഇവിടെ പറയുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ വിഷയം തീർക്കണം. വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തോട് കുറച്ച് പറയാ, കൂടുതൽ മനസ്സിലാക്കുക. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, എന്താ നബി ഒരു ടെൻഷൻ? എന്തിനാ തങ്ങൾ വിഷമിക്കുന്നത്? ഉമറേ, നീ കേട്ടില്ലേ നാട്ടിലെ ചർച്ച? ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന ചർച്ച നീ കേട്ടില്ലേ ഉമറേ? എന്ത് ചർച്ച? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് ചർച്ച? നാട്ടിലൊക്കെ കുതുകുലം അങ്ങനെ നടക്കുകയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയെ പറ്റി പറയുന്ന പച്ച കള്ളോ, അതിനാണോ നബിയെ തങ്ങൾ വിഷമിക്കുന്നത്? ആയിഷ അങ്ങനെ ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ് തങ്ങളെ. ലാ യാ റസൂലല്ലാഹ്, നബിയെ അങ്ങനെ സംഭവിക്കൂല. ലാ യാ റസൂലല്ലാഹ്, അതായിരുന്നു മറുപടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, സ്വാഭാവികല്ലേ, എന്ത് ആയിഷ ബീവി അങ്ങനെ ചെയ്യൂല, നിങ്ങൾ ഇത്ര ഉറപ്പ് പറയാൻ കാരണം എന്താ? ആയിഷ ബീവി അങ്ങനെ ചെയ്യൂല എന്ന് നിങ്ങൾ ഇത്ര ഉറപ്പ് പറയാൻ കാരണം എന്താ? മറുപടി കേട്ടോ. ഏതെങ്കിലും അകലെ നിന്ന് ഏതെങ്കിലും വ്യതിയാന ചിന്താഗതിക്കാർ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം, കേൾക്കാതെ പോകരുത്.
ബഹുമാനപ്പെട്ട രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നാക്കിലൂടെ ഹക്ക് വന്നിരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹക്ക് നബി തങ്ങൾ അല്ലാഹ് സ്ഥാപിച്ചത് ഉമറിന്റെ നാക്കിലൂടെയാണ് എന്ന് മുത്തുനബി പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഒന്ന് കേൾക്ക്. ഉമർ പറഞ്ഞു, നബിയെ അഖദതു ബറാഅത ആയിഷ, ആയിഷയുടെ നിരപരാധിത്വം ഞാൻ മനസ്സിലാക്കിയത്. ആയിഷ നിരപരാധിയാണ്, ബീവി ആയിഷ അങ്ങനെ ചെയ്യൂല എന്ന് എനിക്ക് മനസ്സിലായത് എവിടെന്നാണെന്ന് അറിയോ തങ്ങളെ? മിൻ അന്നദുബാബ ലാ യഖറുബു ബദനക ശരീഫ്. നബിയേ, ഈച്ച തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തോട് അടുക്കുന്നില്ല. ഇതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. നബി തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കൂലായിരുന്നു. ഓ, ഈച്ച ഇരിക്കാഞ്ഞാൽ ആയിഷ ബീവിയിൽ നിന്ന് അബദ്ധമൊന്നും സംഭവിക്കൂല എന്ന് എങ്ങനെയാ മനസ്സിലാകുക? നബി തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാത്തതിന് ആയിഷ ബീവി തെറ്റിയൂല എന്ന് എങ്ങനെയാ മനസ്സിലാകുക? ചോദ്യം പിന്നെയും വരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തുടരുകയാണ്, ഇദാ സ്വാനല്ലാഹു ബദനക മിൻ അൻ യുഖാലിതഹു ദുബാബ ലിമുഖാലതതിഹിൽ ഖാദൂറാത്ത്. നബിയെ, തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ടച്ച് ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തു. പ്രകൃതിയിൽ തന്നെ ഈച്ച അടുത്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അടുത്ത് കേടുവരൂല, ചുറ്റുപാട്ടിലൊക്കെ കളിക്കൂ ഈച്ച, പക്ഷെ തങ്ങളെ ശരീരത്തിൽ വന്നിരിക്കൂല. എന്താ കാരണം? ലിമുഖാലതതിഹിൽ ഖാദൂറാത്ത്. ഈച്ച എപ്പോഴും മ്ലേച്ഛവുമായി പുരണ്ട സാധനം. കാരണം ഈച്ച എപ്പോഴും ഇരിക്കുക ചത്തതിലും പുഴുത്തതിലും ചീഞ്ഞതിലുമാണ്. അത് ആരോട് ചോദിക്കണ്ടല്ലോ. ഈച്ചക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാ, ചത്തതും പുഴുത്തതും ചീഞ്ഞതും. അപ്പൊ ഈച്ചന്റെ കാലിൽ നജസ് ഉണ്ടാവും എന്നുള്ളതിന് ഗവേഷണശാലയിൽ കയറി ഇറങ്ങണ്ട, അത് ഉറപ്പ് തന്നെ. ഏത് ഈച്ചന്റെ കാലിലും നജസ് ഉണ്ടാവും. എന്നാൽ ആ ഈച്ച നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ കറങ്ങിയ നിസ്കാരം ബാത്തിലാകുമോ? ഇത് ഞാൻ കൂട്ടത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇല്ല. കാരണം കണ്ണുകൊണ്ട് കാണാത്ത നജസാണ്, അഫുണ്ട് അല്ലെ? എന്നാ ഉപകരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഈച്ചയുടെ കാലിലൊക്കെ ഉള്ളത് വലിയ വലിയ നജസിന്റെ വലിയ വലിയ കട്ടകളായിരിക്കും അല്ലേ? അത്രയും എന്ന് പറഞ്ഞാൽ നഗ്നനേത്രം കൊണ്ട് കാണാനില്ല, പക്ഷെ അതിന് മാപ്പുണ്ട്, ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നർത്ഥം. ഈച്ചയുടെ കാലിൽ നജസുണ്ട് എന്ന് ഉറപ്പ്. നബിയെ, തങ്ങളെ ശരീരത്തിൽ ആ ഈച്ചക്ക് ഇരിക്കാൻ പാടില്ല എന്ന് പ്രകൃതി വിലക്കിയെങ്കിൽ, പ്രകൃതിയിൽ അള്ളാഹു വിലക്കേർപ്പെടുത്തിയെങ്കിൽ അതെന്തുകൊണ്ടാ തങ്ങളെ? തങ്ങളെ ശരീരം ഈച്ചയുടെ കാലിലുള്ള അതിസൂക്ഷ്മമായ മാലിന്യത്തിന്റെ കണിക കൊണ്ടുപോലും മലിനമാകരുതെന്ന് കരുതിയിട്ടല്ലേ തങ്ങളെ? ഇദാ സ്വാനല്ലാഹു ബദനക മിൻ അൻ യുഖാലിതഹു ദുബാബു ലിമുഖാലതതിഹിൽ ഖാദൂറാത്ത് ഫകൈഫ ബിഅഹ്ലിക യാ റസൂലല്ലാഹ്, ഫകൈഫ ബിഅഹ്ലിക യാ റസൂലല്ലാഹ്. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ ഈ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഭാഗ്യം കിട്ടിയ, ആ ശരീരത്തിൽ ആ പുണ്യഭൂമേനിയിൽ കൂടിച്ചേർന്ന് കിടക്കാൻ ഭാഗ്യം കിട്ടിയ, ആ ഭൂമേനിയിൽ ഉമ്മ വെക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പെണ്ണിന്റെ ശരീരം മലിനമാകോ തങ്ങളെ? ഫകൈഫ ബിഅഹ്ലിക യാ റസൂലല്ലാഹ്. സമ്മതിക്കൂല തങ്ങളെ, ഞാൻ തങ്ങളെ ശരീരത്തിൽ തൊട്ട ഒരു പെൺകുട്ടി മലിനമാകൂല. നബി തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് ആയത്തോതല്ല. നബി തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ടോ എന്ന് തെരഞ്ഞെടുക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു ആൺകുട്ടികളെ ഈമാൻ ഇതാണ്. എന്ത്? റസൂലുള്ളാന്റെ ശരീരത്തിൽ തൊട്ട ഒരു പെൺകുട്ടി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വടിയെടുക്കും, വാളെടുക്കും. ഇതാണ് നബി തങ്ങളെ ബഹുമാനിക്കൽ. ഇതാണ് മുനാഫിക്കങ്ങളുടെ ഇത് ബലപ്പവുള്ള മുഅ്മിനീങ്ങളുടെ ബലപ്പൂലാറുള്ളത്. ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഞാൻ പറയുന്നു, അള്ളാന്റെ റസൂൽ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. എന്റെ സമയം വൈകുന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. എന്റെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുക. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു കിതാബുൽ ഇശാറാത്തിൽ രേഖപ്പെടുത്തുന്നു. അവിടെയാണ് ഈ സംഭവവും പറഞ്ഞത്. ഇനി ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിക്കട്ടെ, തുടർന്ന് എന്ത് പറഞ്ഞു? ഇത് മുനാഫിക്കീങ്ങളെ പണിയാണ്, ഓരോരുത്തരും ചെയ്തതിന് ഓരോരുത്തർക്ക് കിട്ടിക്കോളും നബിയെ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തങ്ങളോട് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളോട് അല്ലാഹ് പറയാണ്, ലൗലാ ഇത് സമഅതുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ. എന്റെ ഈ കള്ള ആരോപണം കേട്ടപ്പോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അവരെ പോലെയുള്ള ആളുകളെ പറ്റി നല്ലത് ധരിക്കാതിരുന്നത് കണ്ടാ? അടുത്ത ചോദ്യം, ആരോപണങ്ങളോട് മുസ്ലിമീങ്ങൾ നടത്തേണ്ട അപ്രോച്ച് എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. കേട്ടോളൂ.
മോമിനീങ്ങൾ ആരോപണങ്ങളെ സമീപിക്കേണ്ടത് ഏത് രൂപത്തിലാണെന്ന് അള്ളാഹ് ശരിക്ക് പഠിപ്പിക്കുന്നു. എന്തേ ഇത് കേട്ടപ്പോ ലന്നൽ മൂമിനൂന വൽ മൂമിനാത്ത്, മൂമിനീങ്ങളും മൂമിനാത്തുകളും ധരിക്കാതിരുന്നത് ബി അൻഫുസിഹിം, അവരെ പോലത്തെ മൂമിനീങ്ങളെ പറ്റി ഖൈറ, നല്ലത് വിചാരിക്കാതിരുന്നത്. നിങ്ങൾ നിങ്ങളെപ്പറ്റി ആലോചിക്കുക, നിങ്ങളത് ചെയ്യോ? ഇല്ല. എന്നാ പിന്നെ ഇത് കേട്ടാലും മനസ്സിലാക്കണ്ട, അങ്ങനെയല്ലേ? ഇപ്പൊ ഒരാൾ പറയാ കഅബാലയത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് കട്ടൂന്ന്. അപ്പൊ നിങ്ങളെന്താ ചിന്തിക്കേണ്ടത്? ഞാൻ കഅബത്തിന്റെ ഉള്ളിൽ കയറിയാ കക്കുവന്ന്. അത് മതിയേന്, വലിയൊരു മനുഷ്യനെ പറ്റിയൊന്നും ഇതാക്കണ്ട. ഞാൻ കഅബത്തിന്റെ ഉള്ളിൽ നിന്ന് കക്കുവന്ന്. ഇല്ല. എന്നാ പിന്നെ ഇതെന്തായാലും വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മു അയ്യൂബ് ചോദിച്ചു അബൂ അയ്യൂബിനോട്, അമാ സമിഅത മാ ഖീല ബൈനന്നാസ്, മാ ഖീല ബൈനന്നാസ്, അമാ സമിഅത മാ ഖീല ബൈനന്നാസ്. ഉമ്മു അയ്യൂബ്, നിങ്ങൾ ജനങ്ങളെ നാട്ടിലെ വർത്താനങ്ങൾ കേട്ടോ? അല്ലേ, അത് ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിന് അതിന്റെ അർത്ഥം പറയാം. അല്ലേ, നമ്മളൊക്കെ പെരേക്ക് വരുമ്പോ പെരക്കാരത്തി ഇങ്ങനെ ചോദിച്ചേക്കാം, പിന്നെ നാട്ടിലെ വർത്താനം കേട്ടങ്ങൾ നോക്കൂലേ? ആ ചോദ്യം. അമാ സമയത്ത് മഖീല ബൈനന്നാസ്. അബൂ അയ്യൂബിനെ അറിയാം, ആയിഷ ബീവിയെ പറ്റിയുള്ള ഈ വിഷയമാണ് ഈ ചോദിക്കുന്നത്. എത്ര എത്ര യുക്തായിട്ടാണ് അബൂ അയ്യൂബിനെ നേരിട്ട് അറിയാൻ. നിങ്ങൾ കേട്ടോളൂ. അബൂ അയ്യൂബ് എന്തു വാർത്ത പറയിപ്പിച്ചു ഉമ്മ അയ്യൂബിനെ കൊണ്ട്. എന്ത് വാർത്ത? ഉമ്മ അയ്യൂബ് ചെറിയൊരു സൂചന അതിന് നൽകുകയാണ്. നൽകിയപ്പോഴേക്ക് ചോദിച്ചു, ഞാൻ ഒരു ചോദ്യം തിരിച്ചു നിന്നോട് ചോദിക്കട്ടെ. ഈ വേണ്ടാത്തരാണോ നീ എവിടുന്നെങ്കിലും കേൾക്കുന്നുണ്ട് നീ വിചാരിച്ച് ഏറ്റുപിടിച്ച് പറയുന്നത്? ഇല്ല, ഞാനത് വിശ്വസിച്ചു എന്നല്ല. എന്നാലും കാറ്റടിക്കാതെ ഇലയിളകുമെന്ന് കേൾക്കുമല്ലോ, അങ്ങനെ ഉണ്ട്. അങ്ങനെ വല്ലാതെ ഒച്ചപ്പാട് ഇങ്ങനെ കേൾക്കുമ്പോഴേ, അങ്ങനെ പോകുമ്പോ ഇവിടെ അങ്ങാടിയിലും ഉണ്ട്, കുറച്ചാടി ചെന്നപ്പോ അങ്ങേപ്പുറത്ത് അങ്ങാടിയിൽ നിന്നുണ്ട് കേൾക്കണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ അങ്ങാടി ചെന്നപ്പോ അവിടെയും പ്രസംഗം തന്നെയാണ്, വേറെ ചാനൽ തുറന്ന് നോക്കുമ്പോൾ അതിലും വാർത്ത തന്നെയാണ്. ഇങ്ങനെ ആവുമ്പോ സാധുക്കൾ പറയല്ലോ എന്തോന്നു അല്ലേ? ആ, ഇങ്ങനെ സ്വാഭാവികമാണ്. പറഞ്ഞു എന്ന് തോന്നിയപ്പോഴേക്ക് ഇടപെട്ടു അബൂ അയ്യൂബ്. എന്റെ ഭാര്യയായ നീ വ്യഭിചരിച്ചു എന്ന് നാട്ടിൽ പ്രചരിക്കുന്നത് നിനക്കിഷ്ടാണോ? ഒറ്റ ചോദ്യമുള്ളൂ. എന്റെ ഭാര്യയായ നീ ഉമ്മു അയ്യൂബ് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ നിനക്കത് ഇഷ്ടമുണ്ടോ നാട്ടിൽ പ്രചരിക്കുന്നത്? ഉമ്മു അയ്യൂബ് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല അബൂ അയ്യൂബിനോട് പറഞ്ഞു. ഇത് പറഞ്ഞ് ഉമ്മു അയ്യൂബ് കുടുങ്ങി. ഉമ്മു അയ്യൂബ് പറഞ്ഞു, നിങ്ങളെ ഭാര്യയായ ഞാൻ എങ്ങനെ നിങ്ങളെ വഞ്ചിക്കുവോ? മതിയല്ലോ, നിങ്ങളെ ഭാര്യയായ ഞാൻ എങ്ങനെ നിങ്ങളെ വഞ്ചിക്കുവോ? ഉടനെ ചോദിച്ചു, മുത്തുനബിയുടെ ഭാര്യ മുത്തുനബിനെ വഞ്ചിക്കുവോ? നീ എന്താ വിചാരിച്ചത്? എന്റെ ഭാര്യയായ നീ എന്നെ വഞ്ചിക്കൂലെന്നാണ് നിന്റെ വന്നെങ്കിൽ, നിന്റെ ധാരണയെങ്കിൽ മുത്തുനബിയെ പറ്റി നീ അങ്ങനെയല്ലേ വിചാരിക്കേണ്ടിയിരുന്നത്? ഉന്നൂബിൽ മുഅ്മിനീന ഖൈറാ, നിങ്ങൾ മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കാവൂ. നിങ്ങൾ മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കാവൂ. കേൾക്കുന്നതൊക്കെ ഇങ്ങനെ ഏറ്റുപിടിച്ച് നടക്കലല്ല. ഞാൻ പറയുന്നു, നമ്മുടെ പ്രാദേശിക ലെവലിലുള്ള വാർത്തകൾ വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആരെപ്പറ്റി ഒരു തോന്നിയാസം പറയണ്ട. ഒന്നും കിട്ടാനില്ല അതിന്റെ പിറകിൽ, നഷ്ടപ്പെടാനേ ഉള്ളൂ.